ഇപ്പോൾ അഭിപ്രായ ഭിന്നതയാണെങ്കിലും ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം മുമ്പ് വളരെ ഇഴയടുപ്പമുള്ളതായിരുന്നു. എന്നും മാലദ്വീപിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈയയച്ച് ഇന്ത്യ സഹായം നൽകിയിട്ടുള്ളതാണ് ചരിത്രം. കോവിഡ് വ്യാപന കാലത്താണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത്. 2021 കോവിഡ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് മാലദ്വീപ്. വാക്സിൻ പുറത്തിറക്കി ദിവസങ്ങൾക്ക് പിന്നാലെയാണ് 3 ലക്ഷം ഡോസ് വാക്സിൻ ഇന്ത്യ മാലദ്വീപിലെത്തിച്ചത്. മാലദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ ചെറു ദ്വീപ് രാജ്യത്തെ സഹായിക്കാൻ മുന്നിട്ട് നിന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. കോവിഡ് രോഗം പിടിമുറുക്കിയിരുന്ന കാലത്ത് ചൈനയിലെ വുഹാനിൽ നിന്ന് മാലദ്വീപ് പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാനും അവരിൽ രോഗം മൂർച്ഛിച്ചവർക്ക് ചികിത്സ ഉറപ്പാക്കാനും ഇന്ത്യ ശ്രമിച്ചിരുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘത്തെ മാലിയിലേക്ക് പറഞ്ഞയക്കാനും കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്തു. മാലിയിലെ ഹാനിമതു അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിനായി കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നോളജ് ഷെയറിംഗ് കരാറിന്റെ ഭാഗമായി നിരവധി മാലി ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശീലനം നേടിവരുന്നത്. വാക്സിൻ നൽകിയത് കൂടാതെ മാലിയിൽ അടിയന്തര വൈദ്യസഹായം എത്തിക്കാനും മുന്നോട്ടുവന്ന രാജ്യമാണ് ഇന്ത്യ. ഡോക്ടർമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ഒരു സംഘത്തെയാണ് അന്ന് മാലിയിലേക്ക് ഇന്ത്യ എത്തിച്ചത്. കയറ്റുമതി വിലക്ക് നിലനിന്നിരുന്നെങ്കിലും അവശ്യ മരുന്നുകൾ മാലദ്വീപിലെത്തിക്കാനും ഇന്ത്യ ശ്രമിച്ചിരുന്നു. ഒപ്പം വുഹാനിൽ നിന്ന് 9 മാലി പൗരന്മാരെ രക്ഷപ്പെടുത്തി തിരികെ നാട്ടിലെത്തിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഗുരുതര രോഗം ബാധിച്ച 37 മാലദ്വീപ് പൗരന്മാരെ കൊച്ചിയിലെത്തിക്കാനും അവർക്കാവശ്യമായ അടിയന്തര ചികിത്സ ഉറപ്പാക്കാനും ഇന്ത്യ മുന്നോട്ട് വന്നിരുന്നു. ക്യാൻസർ രോഗികളായിരുന്നു ഇക്കൂട്ടത്തിൽ കൂടുതൽ. കൂടാതെ വ്യോമസേനയുടെ ഓപ്പറേഷൻ സഞ്ജീവനിയുടെ ഭാഗമായി 6.2 ടൺ അവശ്യ മരുന്നുകളും മറ്റുമാണ് മാലദ്വീപിൽ ഇന്ത്യ എത്തിച്ചത്. വൈദ്യസഹായം നൽകി മാത്രമല്ല, മാലിയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിലും ഏറെ സഹായം നൽകിയത് ഇന്ത്യയാണ്. ഇന്ത്യ മാലദ്വീപ് വികസന പങ്കാളിത്തത്തിന്റെ ഭാഗമായി $1.3 ബില്യൺ 8 ലൈൻ ഓഫ് ക്രെഡിറ്റ് പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ മാലദ്വീപിന് സമ്മാനിച്ചത്. ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രോജക്ടിന് ധനസഹായം നൽകുന്നതിനായി എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ $400 മില്യൺ ലൈൻ ഓഫ് ക്രെഡിറ്റ് കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം മാലിയിലെ ഹാനിമതു അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിന് ആവശ്യമായ സഹായം നൽകാനും ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ പിന്തുണയോടെ മറ്റ് ചില വികസന പദ്ധതികളും മാലദ്വീപിൽ വരാനിരിക്കുകയാണ്. മാലിയിലെ 34 ദ്വീപുകൾക്കായുള്ള ജലമലിനജല ശൃംഖല, മിഫ്കോ വികസന പദ്ധതികൾ, ഗുൽഹി ഫൽഹു തുറമുഖ വികസന പദ്ധതികൾ, ഹുൽഹുമാലിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം, ക്യാൻസർ ആശുപത്രി എന്നിവയാണ് ഇന്ത്യൻ പിന്തുണയോടെ മാലദ്വീപിൽ വരാനിരിക്കുന്ന പദ്ധതികൾ.